ഇന്ന് വീട്ടിൽ യാദൃശ്ചികമായിട്ട് നോക്കുമ്പോൾ മാവിൻ്റെ മുകളിൽ രണ്ട് പഴുത്ത മാങ്ങ കാണുന്നുണ്ട്. നല്ല രണ്ട് പഴുത്ത മാങ്ങ. 2-3 കൊല്ലമായി നമ്മൾ ഈ മാങ്ങ 5 കൊല്ലമായി ഈ മാവ് വെച്ചിട്ട് വീട്ടിൽ കൂടുന്ന ടൈമിന് വെച്ചതാണ്. ഇപ്പോഴാണ് മാങ്ങ ഉണ്ടായിട്ടുള്ളത്. നല്ല മാങ്ങയാണെന്ന് തോന്നുന്നു. നമുക്ക് പറിച്ച് നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ള കാര്യം. എന്നാൽ പിന്നെ മാവിൻ്റെ ചോട്ടിൽ നിന്നിട്ട് തന്നെ സൺഡേ പരിപാടി തുടങ്ങാം. നമുക്ക് 2 മാങ്ങ നമ്മൾ ഇവിടെ എടുത്ത് വെച്ച്. ഇതെന്താ സ്മിർനോഫ് തീ തൈലം, റഷ്യൻ വോഡ്ക. എന്താ അത് പഠിപ്പിക്കുന്നോ? നിർബന്ധിക്കണം. ശരി, നിർബന്ധിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ അടുത്ത സാധനം. ഇതാണ് നമ്മൾ അതിൽ മിക്സ് ചെയ്യേണ്ട സാധനം. ഇതെല്ലാം കൂടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് കൊണ്ടുവച്ചിട്ടുള്ള പരിപാടിയാണ് നല്ലത്. അകത്താകുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ റിസ്ക് ആണ്. ഭാര്യയുടെ ചീത്ത വെറുതെ മേടിക്കണ്ടല്ലോ. ഇവിടെ ആകുമ്പോൾ നല്ല വിശാലമായ പറമ്പാണ്. വിശാലമായ പറമ്പുകളാണ്. അമ്പലപ്പറമ്പുകളുടെ മുമ്പിൽ ഇങ്ങനെ ഇതൊന്നും ആളില്ല. വീടാണ്. വീടിൻ്റെ ഈ മൂലക്കിരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ല. അകത്തിരുന്നാൽ 110 ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അതിനാൽ പുറത്തിരുന്നടിക്കാം. അങ്ങനെ മാങ്ങ പറിക്കുമ്പോഴാണ് നമ്മൾ കണ്ടത് ടച്ചിങ്സിന് പറ്റിയ 2 പേരക്ക വെറുതെ പഴുത്ത് കിടക്കുകയാണ് ഇവിടെ. ഇങ്ങനെ വെറുതെ പഴുത്ത് കിടക്കുന്ന പേരക്ക വീട്ടിലുണ്ടെങ്കിൽ പറിച്ച് തിന്നുക. കണ്ട 2 പേരക്ക ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെറുതെ പഴുത്തിട്ടുണ്ട്. ആരും കുരങ്ങനും കൊണ്ടുപോയിട്ടില്ല, പക്ഷിയും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇതിങ്ങ് പറിക്കാം. അപ്പം നമ്മൾ കുറച്ച് മുളക് പൊടി ഇങ്ങനെ എടുക്കുക, വിതറുക. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർക്കുക. കുറച്ച് ഉപ്പിട്ടാൽ മതി. ഉപ്പ് അങ്ങോട്ട് ചേർക്കുക. എന്നിട്ട് ഇത് നമ്മളെ ഒരു വെറൈറ്റി സ്പെഷ്യലാണ്, ആരും അനുകരിക്കണ്ട. അതിലേക്ക് കുറച്ച് പഞ്ചസാര അങ്ങോട്ട് ഇടുക. എന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ട് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും വിടർത്തി വെച്ചിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു മൊജിട്ടോ വെറൈറ്റി മൊജിട്ടോ ഇതേപോലത്തെ ഒരു കപ്പ് വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവരിക. ഇത് എന്തോ ചായപ്പൊടി കാറ്റിട്ട് വെക്കുന്ന പാത്രമാണ് എങ്കിൽ കൂടി നമുക്ക് ഇതായിട്ട് ഇന്ന് മൊജിട്ടോ വെക്കാം. എന്നിട്ട് ഇതിലങ്ങനെ മുക്കിയിട്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. സൈഡിലിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇതേപോലെ കെട്ടിക്കണം കേട്ടോ. ഇതേപോലെ കിടക്കട്ടെ. ഇവിടെ അങ്ങോട്ട് നിൽക്കട്ടെ, മൂലക്ക് അങ്ങോട്ട് വെക്കട്ടെ. കുറച്ച് മാങ്ങ ഇങ്ങനെ കഴുകി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങ ഒരു മാങ്ങ എടുത്ത് നമുക്ക് അങ്ങ് ചെത്തിക്കളയാം. ഈ മാങ്ങേൻ്റെ മുകളിൽ ഭാഗം ഇങ്ങോട്ട് ചെത്താം. ചെത്തി ഇവിടെ ഇടയ്ക്ക് താഴെ ആയിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ വന്നിട്ട് നമ്മളെ തലമണ്ടി അടിച്ച് പൊട്ടിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മൾ രാവിലെ അടിച്ചു വാരി തുടച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കുള്ള നമ്മളെ കലാപരിപാടിയാണ്. ഊണിന് മുമ്പുള്ള കലാപരിപാടികളാണ് ഇതെല്ലാം നടക്കുന്നത്. നമുക്ക് ഫുൾ മാങ്ങയൊന്നും വേണ്ട. നമുക്ക് മാങ്ങ കണ്ടുകൊണ്ട് മാത്രം കൊതി പൂണ്ടിട്ട് നമ്മൾ മൊജിട്ടോ ആക്കാൻ തീരുമാനിച്ചതാണ്. അപ്പം നമുക്ക് ഇത്ര മാങ്ങ മതി. ഇതെടുത്തതിന് ശേഷം നല്ലോണം ഇങ്ങനെ ആക്കിയിട്ട് ഒരു ബൗളെടുക്കുക. അതിലേക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ മുറിക്കുക, കുഞ്ഞിയാക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇടുക. നിലത്ത് വീണ മാങ്ങ വായിലേക്ക് ഇടുക. കാരണം മദ്യത്തിലുണ്ടല്ലോ ഒരു പരിശുദ്ധമാണ്. അപ്പോൾ ഇത്ര മാങ്ങ എടുത്തു. കാരണം മാങ്ങ ചതുക്കി വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങയെ നമ്മുടെ മൊജിട്ടോ ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് മാറ്റണം. മൊജിട്ടോ ഗ്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് മാങ്കോ വാങ്ങിയിടുക. നമുക്ക് മരത്തിൻ്റെ സ്റ്റിക്കൊന്നും കിട്ടാത്തത് കാരണം സ്പൂണിനെ തലകീഴാക്കി നിന്നിട്ട് ഇങ്ങനെ വെക്കുക. ഓക്കെ, ഒരു ചെറുനാരങ്ങ എടുക്കുക. എന്നിട്ടത് കട്ട് ചെയ്യുക നല്ലവണ്ണം. ചെറുനാരങ്ങ എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ പിയ്യുക. അതിൽ കുരു ഉണ്ടാവും. കുരു അങ്ങോട്ട് കളയുക. എന്നിട്ട് ഇങ്ങനെ പിയ്യുക. നല്ലോണം വെള്ളം കിട്ടണം. നമ്മളാറിൽ ചെറുനാരങ്ങയിൽ വെള്ളമില്ല.
കുരു അതിൽ പോയിട്ടുണ്ട്. അത് നമുക്ക് നാളെ രാവിലെ കുരു മാറ്റുന്നെടുക്കാം. ഇപ്പം ചെറുനാരങ്ങ പിഞ്ഞ് കഴിഞ്ഞു. ഇത് നമ്മൾ വീട്ടിൽ ഷവോയി എല്ലാം മേടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം മയോണീസ് തരുന്ന പാത്രമാണ്. അതിന് നമ്മൾ ഐസ് നിറച്ച് വെച്ചാൽ ഇതേപോലെ നമുക്ക് ഐസ് ഉണ്ടാക്കാം. അത് ഇതിലേക്ക് പോകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുട്ടി 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 പൊട്ടിക്കണം, 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 പൊട്ടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇടാ ഇടാ ഇടാ. ഇനിയാണ് നമ്മൾ ഔദ്യോഗിക സ്മിർനോഫ്, ലാലട്ടൻ പറഞ്ഞ പോലെ സ്മിർനോഫുള്ള സ്മിർനോഫ്. സ്മിർനോഫ് തീ തൈലം റഷ്യൻ വോഡ്ക. അതിന് 2 തട്ട് തെറി കൊടുക്കുക. ഇങ്ങനെ അങ്ങ് പൊട്ടിക്കുക. പൊട്ടിക്കുക എന്നിട്ട് കുലിക്കുക. ഒന്ന് വേണ്ടി നമുക്ക് കുലിക്കുക നോക്കുക. കുലിക്കുക. അതിൻ്റെ കളർ എന്താണ്? ഇങ്ങനെയാണ് അതിൻ്റെ കളർ. പോയിക്കോളൂ, കളർ പോയിക്കോളൂ. ഇങ്ങനെ കളർ അയ്യോ നിർത്തി. അപ്പം നമുക്ക് സാധാരണ അളവ് വേണ്ട. നമുക്കിത് അളക്കാൻ ഒഴിക്കാൻ അറിയുന്നുണ്ട്. ഇത്ര ഒഴിക്കുക. ഓക്കെ, കുറച്ചും കൂടി ഒഴിക്കുക. ഓക്കെ, എന്നിട്ടത് മൂട്ടി സുരക്ഷിതമായി വയ്ക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഫ്ലേവർ, മാംഗോൻ്റെ ഏതെങ്കിലും ഒരു ഫ്ലേവർ എടുക്കുക. അത് കളിക്കുക. എന്നിട്ടത് പകുതി ഒഴിക്കുക. മതി. എന്നിട്ട് നമ്മൾ അടുത്തതായി ഇതിൻ്റെ മെയിൻ സാധനം സ്പ്രൈറ്റ്. ഈ സ്പ്രൈറ്റാണ് ഇതിൻ്റെ മെയിൻ സാധനം. സ്പ്രൈറ്റ് ഭയങ്കര വയ്ക്കുക. ഇങ്ങനെ പതഞ്ഞ് പൊന്തും. പൊന്തിയാണ് പതഞ്ഞ് ഇതേപോലെ പൊന്തി നിൽക്കണ സാധനങ്ങളാണ്. അതിൻ്റെ സൗന്ദര്യം കണ്ട സൗന്ദര്യം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ചേഴ്സ്.